ഒറ്റ മൈൻഡിൽ നമുക്ക് 6 മണിന്റെ ട്രെയിനും പിടിച്ച് മാംഗ്ലൂരിലോട്ട് പോയാലോ എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ 5:00 അവളുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ടൈമായി. അപ്പൊ ഇന്ന് അത് വാങ്ങാനായിട്ട് മാംഗ്ലൂർ വരെ ഒന്ന് പോകാം. ഇല്ല, ആവശ്യത്തിൽ കൂടുതൽ തിരക്കുള്ളതുകൊണ്ട് നമ്മൾ ആദ്യം ഡോറിന്റെ സൈഡിൽ നിന്നിട്ടോ. പിന്നെ കാല് കടഞ്ഞപ്പോ കാറ്റും കൊണ്ട് സുഖമായിരിക്കുമ്പോഴാണ് ടി വന്ന് പ്രശ്നം ഉണ്ടാക്കി നമ്മളോട് അകത്തേക്ക് ഇൻറ്റു പോകാൻ പറയുന്നത്. ഉള്ളിലോട്ട് പോയപ്പോ ഒരു ചേച്ചി നീണ്ടു നിവർന്ന് കിടക്കും. ഇരിക്കാൻ കുറച്ച് സ്ഥലം തരാൻ പറഞ്ഞപ്പോൾ ചേച്ചി വൻ കച്ചറ. അവസാനം പറഞ്ഞു പൊറുതിയായിട്ട് ചേച്ചി ഉണ്ട്. ഇങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ മാംഗ്ലൂർ എത്തി. അവിടെ നിന്ന് ഒരു ഓട്ടം പിടിച്ച് നമ്മൾ നേരെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വിട്ടോ. അങ്ങനെ വന്ന കാര്യമൊക്കെ നടന്നു. ഇനി വല്ലതും കഴിക്കാന്ന് വിചാരിച്ച് നടന്നേ. അവിടുത്തെ വെയിലെന്നൊക്കെ പറഞ്ഞ കരിഞ്ഞു പോകും. മാംഗ്ലൂർ ഏറ്റവും നല്ല ബിരിയാണി കൊച്ചിൻ വില്ലേജിലാണ് കിട്ടുക എന്ന് പറഞ്ഞ് അഞ്ച് തന്നെ കൊണ്ടുപോയത് കൊച്ചിൻ വില്ലേജിലോട്ടാണ്. ബിരിയാണി എന്തായാലും അടിപൊളിയായിരുന്നു. മാംഗ്ലൂർ വന്നിട്ട് ഓട്ടോ മാത്രമല്ലല്ലോ, ബസ് ട്രാൻസ്പോർട്ടേഷനും നമ്മൾ എക്സ്പ്ലോർ ചെയ്യണല്ലോ. ആ ക്ഷീണം തീർക്കാനായിട്ട് ഒരു നാരങ്ങ വെള്ളം കുടിച്ച് നമ്മൾ നേരെ ചെന്നത് സംതിങ് ലൈക്ക് സെൻട്രൽ മാൾ ആണെന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും നമുക്ക് ആവശ്യമുള്ളതൊക്കെ അവിടെ ഉണ്ടായിരുന്നു, മെയിനായിട്ടും AC. പിന്നെ അങ്ങോട്ട് നമ്മുടെ ട്രെയിനിന്റെ ടൈം ആവുന്നത് വരെ എന്തൊക്കെയോ കഴിച്ചു ഗൈസ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും കഴിക്കാനാണോ ഞങ്ങൾ മാംഗ്ലൂർ വരെ പോയെന്ന്. അല്ല, എന്നാലും കഴിക്കലൊരു ഭാഗമാണല്ലോ.